അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹിൽ ഫായിസീന ബിറിളല്ലാഹ് അമ്മാ ബഅദ്. ഇന്നലെ ഖുർആൻ ക്ലാസ്സില് തർക്കീബ് പറഞ്ഞിരിക്കണല്ലോ, അസീന. അതില് എന്തായിരുന്നു, ആയത്ത് ഏതായിരുന്നു എന്ന് പറഞ്ഞിട്ട് ആരും മൊബൈലിലും ഉണ്ടോ? അഫറായിത്തും മാ തഅ്ബുദൂൻ. തഅ്ബുദൂൻ എന്നുള്ളത് വരെ ശരിയാണ്. അഫറായിത്തും, നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടില്ലേ എന്ന് പറയുമ്പോ ഹംസ വേറെയാണ്, ഫാ വേറെയാണ്. അതൊരു കെലിമത്തല്ല. അത് ഫീൽ ഏത് മാത്രമേ ഉള്ളൂ? ഹംസയും ഫാവും ഒഴിവാക്കി ഏത് മാത്രമേ ഉണ്ടാവുള്ളൂ? റഅയ്ത. ആ വേറെ ഇസ്തിഫാമാണ്, ഫാ വേറെയാണ്. ഫീല് ഫായിൽ തന്നെയാണ്. മാ മൗസൂല മഫ്ഊലു ബി തന്നെയാണ്. തഅ്ബുദൂന എന്ന് പറഞ്ഞാല് ഫീലുണ്ട് ഫായിലുണ്ട്. നിങ്ങൾ ആരാധിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടില്ലേ? അൻതും, നിങ്ങൾ തന്നെ. ആ അൻതും എന്നുള്ളത് തഅ്ബുദൂനിൽ ആരുണ്ട്? തഅ്ബുദൂനയിലുള്ള ദമീർ ആരാ? അൻതും. അൻതും എന്നുള്ള ഒന്നും കൂടി ബലപ്പെടുത്താനാണ് രണ്ടാമതും ഏത് കൊടുക്കുന്നത്? അൻതും എന്നതിനെ കൊടുക്കുന്നത്. അത് ആ അൻതും അതിന് അറബിയില് തഅ്കീദ് എന്നാ പറയാ. തഅ്കീദ് അല്ലാതെ അത് മുബ്തദ അല്ല, അത് തഅ്കീദാണ്. ആരെങ്കിലും ക്ലാസ്സിൽ കയറാൻ ബുദ്ധിമുട്ടിട്ടുണ്ടോ? ആകെ 11 ആളുള്ളൂല്ലോ. ആള് എന്ന് പറഞ്ഞപ്പോ രണ്ടാളെ ഇതിൽ ഗീച്ച 9 ആളുള്ളൂല്ലോ ക്ലാസ്സിലുള്ള. 18 ആളുണ്ടല്ലോ. 18 ആളുണ്ട്. 18 ആളുണ്ടോ? 19. ഓക്കെ, ഞാൻ പറയുന്നത് സൗണ്ട് കുറച്ച് മനസ്സിലായി. കുറവുണ്ടോ? അല്ലെ എനിക്ക് മാത്രം അങ്ങനെ തോന്നാ? ഒച്ച കുറവുണ്ടോ? എന്റെ സൗണ്ട്, എന്റെ സെറ്റ് കേടാണോന്ന് അറിയില്ല. സൗണ്ട് ഞാൻ കേൾക്കുന്നത് കുറവാ. മറ്റുള്ളവർ കേൾക്കുന്നുണ്ടോ? ലെഫ്റ്റ് ആയിട്ട് കയറി അപ്പൊ റെഡി ആവും. ഉണ്ടല്ലേ? ഉണ്ട്, സൗണ്ട് ഉണ്ട്. ഞാൻ പറഞ്ഞ മനസ്സിലായില്ല. തഅ്ബുദൂന എന്ന് പറഞ്ഞതിൽ ഒരു അന്തുണ്ട്. ആ അന്തും എന്നതിനെ തഅ്കീദ് ചെയ്യാനാണ് ഏത് കൊടുത്തിരിക്കണത്? രണ്ടാമത്തെ അന്തും എന്നതിനെ കൊടുത്തിരിക്കണത്. അപ്പൊ അന്തും എന്നുള്ളത് തഅ്കീദ് എന്നാണ് പറയാ, മുബ്തദഅല്ല. പിന്നെ വആബാഉക്കും, നിങ്ങളുടെ പിതാക്കന്മാരും. ആ വാവ് അത്ഫാണ്. ആ വാവ് ഏതാണ്? അത്ഫാണ്. ആബാ മഅ്തൂഫ് മുളാഫ് മുളാഫിൻ ഇലൈഹിയാണ്. ഈ ആബാഇനെ തഅ്ബുദൂനന്റെ ഉള്ളിലേക്ക് അത്ഫ് ചെയ്യാനാണ് അതിന്റെ ഉള്ളിലുള്ള ലമീറിനെ പുറത്തേക്ക് കൊണ്ടുവന്നത്. ഏത് ലമീറിന്റെ മക്കളെ? അൻതുന്നില്ലേ? ഈ അൻതുനെ കൊണ്ടുവന്നത് എന്തിനാണ്? ഈ ആബാഇ എന്നുള്ളതിനെ ഡയറക്റ്റ് ആയിട്ട് തഅ്ബുദൂനയിലേക്ക് എന്താക്കാൻ പറ്റൂല? അത്ഫ് ചെയ്യാൻ പറ്റൂല. അതിന് നിയമപരമായ ചില തടസ്സങ്ങളുണ്ട്. മുത്തസിൽ മർഫൂആയ ലമീറിന്റെ മേലിൽ അത്ഫ് ചെയ്യണമെങ്കിൽ മുൻഫസിലായ ലമീർ കൊണ്ട് ഇടയിൽ പിരിക്കണം. അത് പിന്നീട് വരുന്നുണ്ട്. അത് അപ്പൊ ഈ ആബാഇ എന്നതിനെ തഅ്ബുദൂനയിലുള്ള അൻതുന്റെ മേലിൽ അത്ഫ് ചെയ്യാനാണ് തഅ്ബുദൂനന്റെ ആബാഇന്റെ ഇടയിൽ ആരെ കൊടുത്തത്? അൻതു എന്നുള്ളതിനെ കൊടുത്തത്. അപ്പൊ വാവ് അത്ഫ്, ആബാ മഅ്തൂഫ് മുളാഫുൻ ഇലൈഹി. പിന്നെന്താ പറഞ്ഞത്? അൽ അഖ്ദമൂൻ. എങ്ങനത്തെ പിതാക്കന്മാര്? പൂർവീകരായ. അതിന് അഴുത്താണ്. ആബാഇന് അഴുത്താണ് ഏത്? അഖ്ദമൂൻ.
ഇപ്പോൾ പറയുന്നുണ്ട് അതൊക്കെ ശരിയാ. തഅബുദു എന്നുള്ളത് ഏതാണ്? അല്ല പിന്നെ അഖ്ദമൂൻ എന്നുള്ളത് ആബാഇ എന്നുള്ളതിന് നഅത്താണ് ഏത്? അഖ്ദമൂൻ. വാവ് കൊണ്ട് തന്നെയാണ് റഫഅ്. ആബാഹ് മർഫൂആണല്ലോ അല്ലേ? ആബാഹാന്ന ആബാഉന്ന ആബാഉന്നാണ്. ആബാഉന്ന. അപ്പൊ എങ്ങനെ തന്നെ വേണം, മന്നൂത്തുൽ എങ്ങനെ വേണം? റഫഅ് വേണം. മർഫൂ ഏതുകൊണ്ടാണ്? വാവ് കൊണ്ടാണ്. ജമ്മു മുദക്കർ സാലിമാണ്, അതുകൊണ്ടാണ്. പിന്നെ അടുത്ത ആയത്തെ ഏതേനി? ഓള് പറഞ്ഞത് അന്തും മുബ്തദാന്നാ പറഞ്ഞല്ല, അന്ത അവിടെ തൗക്കീദാണ്. അത് നിങ്ങൾ തമ്മിൽ തന്നെ ഒക്കെ ഒന്ന് ഓരോ ദിവസം ഒന്ന് ചർച്ച ചെയ്ത് പിന്നെ തിരിയാത്തത് മാത്രം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ശരിക്കും നിങ്ങൾ തന്നെ അതൊരു എല്ലാ ദിവസവും ഇരുന്ന് ഈ ആയത്തിന്റെ ഓരോ തർക്കീബുകൾ ആ ക്ലാസ്സിൽ ഇരുന്ന് നിങ്ങൾ പരസ്പരം പഠിക്കണം. ഒരാൾ പറയണം, മറ്റൊരാൾ കേൾക്കണം. അപ്പൊ ഒരാൾക്ക് സംശയം ഉണ്ടെങ്കിൽ മറ്റാൾ പറഞ്ഞു കൊടുക്കുക. ആർക്കും കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മളോട് ചോദിക്കാം. അല്ലാതെ നിങ്ങൾ ഈ പുസ്തകത്തിൽ കൂടെ ഇങ്ങനെ പഠിക്കലും നടക്കൂല. ഞാൻ മലയാളത്തിൽ പല പ്രാവശ്യമായി ഞാൻ പറയുന്നത്, ഈ പരിപാടി നടക്കില്ല. നിങ്ങളത് ദിവസം ഒരു 10 മിനിറ്റ് രാത്രി എപ്പോഴാച്ചാ എല്ലാരും കൂടിയിട്ട് നിങ്ങൾ തമ്മിൽ അതിന്റെ തെർക്കീബ് ഇന്നതാണ് എന്ന് പറഞ്ഞ് പഠിക്കണം. എന്നാലേ പടിയുള്ളൂ. അല്ലാതെ ഇത് പടിയില്ല, വെറുതെ അതിന് നിൽക്കണ്ട. മലയാളത്തിൽ 100 വട്ടത്തിൽ പറഞ്ഞിക്കണിയാ. ഞങ്ങളെ ഭാഗത്തുനിന്ന് അതിന് യാതൊരു മറുപടിയില്ല. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പൊ എനിക്ക് അത്ര വലിയ നിർബന്ധം ഇരിക്കില്ല. നിങ്ങൾ തന്നെ ഇരുന്നിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്ത് തെർക്കീബ് വെച്ച് പഠിക്കണ്ടാണ്. പിന്നെ അടുത്ത ആയത്തെ ഏതേനി? അതൊക്കെ പറഞ്ഞത് ശരി തന്നെയാണ്. അദുവൻ ഇന്നർഫ് തൗക്കീദ്, ഹും ഇസ്മു ഇന്ന, അദുവൻ ഖബറു ഇന്ന, ലീ. അലീന്റെ തർക്കീബ് എന്താ? ആണ്. ജാറ് യാ മുതകല്ലിം മജ്റൂർ. ഇല്ലാ റബ്ബൽ ആലമീൻ ശരി തന്നെയാണ്. ഇല്ല നമ്മൾ പഠിച്ചിട്ടില്ല. റബ്ബൽ ആലമീൻ എന്നുള്ളത് ഏതന്നെയാണ്? മുലാഫു ആണ്, മുലാഫിലൈയാണ്. മുലാഫിലേക്ക് ചെറിയ ആവോണ്ടാണ് അപ്പോൾ തന്നെ പറയുന്നുണ്ട്. ഞാൻ പറയണത് എന്താ വെച്ചാല്, നിങ്ങളൊരു രാത്രി എപ്പോഴെങ്കിലും എല്ലാവരും ഒന്ന് കൂടിയിട്ട് ഈ ആയത്തിന്റെ ഓരോ ഫീല് വരുമ്പോൾ എന്താണ്, അതിന്റെ മുലാരി എന്താണ്, അതിനുള്ള ലമീർ ഏതാണ്, ഒറ്റ മാസങ്ങൾ ഒത്തുനിന്ന് കുറ്റാണ്ടല്ല പിന്നെ ആരും പറഞ്ഞു തരേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഒരു നല്ല മറുപടി കിട്ടണില്ല. ഒരു നമ്മളെ ബന്ധങ്ങളെ പിന്നാലെ നടക്കണ എന്തിനാ? പിന്നെ ഇല്ല എന്നുള്ളത് ഉസ്താദ് അർഫ് ഇസ്തിദ്നാ എന്ന് പറഞ്ഞതാണോ? നമ്മൾ എടുത്തിട്ടില്ല. അതിന് പല നിയമമുണ്ട്. ഇല്ലന്റെ ശേഷം ഇല്ലന്റെ ശേഷം അഫൈൽ ചെയ്യേണ്ടതുണ്ട്. പല ഇതും ഉണ്ടായിരുന്നു. പിന്നെ പഠിക്കുന്നുണ്ടാവുക. 122 ആറാമത്തെ 6 ഫയഖൂലു അവൻ പറയാണ്, ഖറജ്തു ഞാൻ പുറപ്പെട്ടു. അത്ര മാത്രമല്ലെങ്കിൽ മൻസൂബായ ഫീലിനെ അതിന്റെ ശേഷം കൊണ്ടുവരണം. മുഖ്താറൻ ആ ഫീലിനെ തെരഞ്ഞെടുക്കണം. മിനൽ അസ്ബാബിൽ ആതിയത്തി എവിടുന്ന് തെരഞ്ഞെടുക്കണം? താഴെ വെക്കാൻ എവിടുന്ന്? മിനൽ അസ്ബാബ് താഴെ വരുന്ന കാരണങ്ങളിൽ നിന്ന് തെരഞ്ഞെടുത്ത് എഴുതണം. വതുഖബു അല ആദിഹി അല സബൂറ ഓടുമ്പോ എഴുതണം എന്നാണ്. അപ്പൊ ഖറജ്തു ഞാൻ പുറപ്പെട്ടു, അഷ്റുബുൽ മാ ഉണ്ട്, അദ്ഖുലുൽ മിർഹാൽ ഉണ്ട്, അഗ്സിലു വജ്ഹുണ്ട്, അദ്ഹബു ഇലൽ മുദീർ ഉണ്ട്, ആഖദ് ദഫ്തരിന്നുണ്ട്, അഖ്റഉൽ യറാന ഒരുപാടുണ്ട്. അപ്പോ അഷ്റബുൽ മാ
അങ്ങനെയാണെങ്കിൽ എന്ത് പറയണം? ഖറജ്തു ലി അശ്റബൽ മാഅ. എങ്ങനെയാണ് മസ്ദർ മുഅവ്വൽ എങ്ങനെ കൊണ്ടുവരിക? ലി സുറുബിൽ ഷുർബിൽ മാഇ, അല്ലെങ്കിൽ അദ്ഖുലുൽ മിർഹാലാണ്. അപ്പൊ എങ്ങനെ പറയാ? ഖറജ്തു ഞാൻ പുറപ്പെട്ടു, ലി അദ്ഖുല. എന്താ ലി അദ്ഖുല പറഞ്ഞ? ഞാൻ പ്രവേശിക്കാൻ. ഞാൻ പ്രവേശിക്കാൻ വേണ്ടി. അൽ മിർഹാല ബാത്റൂമില്. അപ്പൊ മസ്ദർ മുഅവ്വലിന്റെ ഇത് എങ്ങനെ വരിക? മജ്റൂറാക്കിയിട്ട് എങ്ങനെ പറയാ? ലിദുഖൂലിൽ മിർഹാലി. എന്താ പറയാ? മിർഹാലിന്റെ അർത്ഥം എന്തേനു? ബാത്റൂം, വൈറ്റ് ഹൗസ്. പിന്നെ അഗ്സിലു വജ്ഹി. അപ്പൊ എങ്ങനെ പറയാ? ഖറജ്തു ലി അഗ്സില വജ്ഹി, എന്റെ മുഖം കഴുകാൻ. മസ്ദർ മുഅവ്വലിനെ എങ്ങനെ കൊണ്ടുവരിക? ലി പിന്നെ വേറൊരു മറുപടി എന്താ? ഞാൻ എന്തിനാ പുറപ്പെട്ടത്? ലി അദ്ഹബ. എന്താർത്ഥം? ഞാൻ പോകാൻ വേണ്ടി. ഞാൻ പോകാൻ വേണ്ടി. ഇലൽ മുദീരി, ആരടുത്തേക്ക്? മുദീറിന്റെ അടുത്തേക്ക്. അപ്പൊ എങ്ങനെ മസ്ദർ മുഅവ്വൽ കൊണ്ടുവരിക? ഖറജ്തു ലി ദഹാബി ഇലൽ മുദീരി. എന്താ പറയാ? ദഹബന്റെ മസ്ദർ ദഹാബ്, ദഹാബി ഇലൽ മുദീരി. ആഖുദ ദഫ്തരി. ഖറജ്തു ഞാൻ പുറപ്പെട്ടു, ലി ആഖുദ. അഖദ യഅഖുദു തഅഖുദു അഅഖുദു. എന്നിട്ടൊരു അംസൻ എന്താക്കിയേക്കാണ്? മത്താക്കിയേക്ക. അതുകൊണ്ടാണ് എങ്ങനെ പറയുന്നത്? എന്ന് പറയുന്നതാ. അതിന്റെ ഒറിജിനൽ എങ്ങനെയുണ്ട്? അഅഖുദു. അപ്പൊ ലാം വരുമ്പോ എങ്ങനെ പറയണം? ലി ആഖുദ, ഞാൻ, അല്ലെങ്കിൽ ലി അഅഖുദ, ഞാൻ എടുക്കാൻ വേണ്ടി. എന്തിനാ? ദഫ്തരി, പിന്നെ നോട്ട്ബുക്ക്. അപ്പൊ എങ്ങനെ മസ്ദറിനെ കൊണ്ടുവരിക? അഖദന്റെ മസ്ദർ അഖ്ദ് ന, ഫഅൽ പാറ്റന. അപ്പൊ എങ്ങനെയാ പറയാ? ഖറജ്തു ലി ലിയാഖിദി. ലി മുളാഫിലൈഹി പറ്റേ ദഫ്തരി. ഖറജ്തു ലി അഖ്ദി ദഫ്തരി. പിന്നെ അല്ലെങ്കിൽ അഖ്റഉൽ ഇഅ്ലാന, ഞാൻ പരസ്യം വായിക്കാൻ വേണ്ടി. ഖറജ്തു ഞാൻ പുറപ്പെട്ടു, ലി അഖ്റഅ. എന്താർത്ഥം? ഞാൻ വായിക്കാൻ വേണ്ടി. അൽ ഇഅ്ലാന പരസ്യം, നോട്ടീസ് ഒക്കെ അർത്ഥമുണ്ട്. അപ്പൊ എങ്ങനെ ഖറാന്റെ മസ്ദർ ഏതാ? ഖറാന്റെ എല്ലാം ഒരേപോലെ ആവില്ല. മസ്ദർ പല സൈസ്, പല രീതിയിലും രൂപത്തിലും വരും. മൂന്നക്ഷരള്ളീന്റെ മൂന്നും അങ്ങോട്ട് വിട്ടാ പിന്നെ ഒരൊറ്റ പാറ്റേൺ ഉണ്ടാവുള്ളൂ. അഫ്അലാന്നുള്ളതിന്റെ മസ്ദർ എങ്ങനെ മാത്രമേ വരുള്ളൂ? അഫ്അലാന്നുള്ളതിന്റെ മസ്ദർ എങ്ങനെ വരിക? ഓ അപ്പോ അഫ്അലിന്റെ മസ്ദർ എങ്ങനെ വരിക? ഒറ്റ ഒന്ന് പറയുന്നുണ്ടോ? എത്ര എല്ലാ പാറ്റേണും മാളി, മുളാരി, മസ്ദർ, ഇസ്മു ഫാഇൽ, ഇസ്മു മഫ്ഊൽ, അംറ അടക്കം പഠിപ്പിച്ചതാ.
ഒക്കെ നോട്ടെങ്കിൽ അവിടെ കൊണ്ടുപോയി എഴുതി വെച്ചിട്ടുണ്ടാവും, ഭൂതം കാത്തിച്ചിരിക്കണ മാതിരി. ആ ആണെങ്കിൽ പഠിച്ചോളൂണ്ടി, ഇത്രയൊക്കെ നമുക്ക് പറ്റുള്ളൂ. അപ്പൊ ഈ ഖിറാഅത്തിൽ ഇഅ്ലാനി എങ്ങനെ പറയണ്ടേ? ഖിറാഅത്തിൽ ഇഅ്ലാനി ഇഅ്ലാനി പരസ്യം വായിക്കാൻ വേണ്ടി. അല്ലെങ്കിലോ അഅരിഫു ഞാൻ അറിയും, സബബല്ലൗളാഇ ശബ്ദകോലാഹലങ്ങളുടെ കാരണം അറിയാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്? ഞാൻ എവിടുന്ന് പുറപ്പെട്ടത്? റൂമിന്ന് പുറപ്പെട്ടത്. ഖറജ്തു ഞാൻ പുറപ്പെട്ടു, ലി അഅരിഫ അറഫ, പിന്നെ പിന്നെ അപ്പൊ എങ്ങനെ പറയേണ്ടത്? ലി അഅരിഫ ഞാൻ എന്താക്കാൻ വേണ്ടി? അറിയാൻ വേണ്ടി. ഞാൻ അറിയാൻ വേണ്ടി. എന്തിനറിയാൻ വേണ്ടി? സബബല്ലൗളാഇ ലൗളാ എന്ന് പറഞ്ഞ ശബ്ദകോലാഹലം, ശബ്ദകോലാഹലത്തിന്റെ കാരണം അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പുറപ്പെട്ടത്. അറഫന്റത് ഇർഫാൻ എന്നാ പറയാ. അപ്പൊ എങ്ങനെ പറയാ? അറഫന്റെ മസ്ദർ ഇർഫാനാണ്. അപ്പൊ എന്താ പറയാ? ഇർഫാനി സബബി പിന്നെ അല്ലൗളാഇ എന്താ പറയാ? ഖറജ്തു ലി ഇർഫാനി സബബി അല്ലൗളാഇ. ആ മഫ്ഊലിനൊക്കെ മുലാഫ് മുലാഫിലിയായിട്ടാ കൊണ്ടുവരിക. ഫീലിനെ മസ്തറാക്കുമ്പോ ആ ഫീലിന്റെ മഫ്ഊലി ബി ഒക്കെ ഉണ്ടെങ്കിലേ അതിനെ എന്താക്കിയിട്ടാ കൊണ്ടുവരിക? മുലാഫ് മുലാഫിലിയായിട്ട്. അപ്പൊ സബബ എന്നുള്ളത് മസ്തർ മുഅവ്വലാക്കുമ്പോ സബബ എന്നല്ല പറയാ. എങ്ങനെ പറയാ? അല്ലാഹി. അല്ലെങ്കിൽ ഖറജ്തു ഞാൻ പുറപ്പെട്ടു, ലി അജിലിസ ആക്കാൻ വേണ്ടി, ഇരിക്കാൻ വേണ്ടി. ഇരിക്കാൻ വേണ്ടി. ഞാൻ ഇരിക്കാൻ വേണ്ടി. സൂര്യനില് എന്ന് പറഞ്ഞാൽ സൂര്യന്റെ വെളിച്ചം കിട്ടാ ഇരിക്കാൻ. അപ്പൊ ജലസന്റെ മസ്തർ ജുലൂസാ വരിക. അപ്പൊ എങ്ങനെ പറയാ? ഖറജ്തു ലി ഖറജ്തു ലി ലി ജുലൂസി ജുലൂസി ഫിശ്ശംസി. എന്താ അർത്ഥം? സൂര്യന്റെ പ്രകാശം കിട്ടാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ലി അബ്സുഖ ബസഖ തുപ്പ എന്നാണ് അർത്ഥം. ബസഖ യബ്സുഖു അബ്സുഖു തബ്സുഖു പിന്നെ തബ്സുഖു ബസഖ തുപ്പ. പിന്നെ അപ്പൊ എങ്ങനെ പറയാ? ഖറജ്തു ലി ബസ്കിൻ ബസഖന്റെ മസ്തർ ബസ്ക് തുപ്പാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ അബ്ഹതു ഞാൻ അന്വേഷിക്കും, അംഫ്താഹി എന്റെ ചാവികൾ. അപ്പൊ എന്താ അർത്ഥം? ഖറജ്തു ഞാൻ പുറപ്പെട്ടു, അബ്ഹത എന്താക്കാൻ വേണ്ടി? അന്വേഷിക്കാൻ വേണ്ടി. എന്തിന്? അൻ മിഫ്താഹി എന്റെ ചാവികളെ. വരിക. അപ്പൊ എങ്ങനെ പറയാ? ഖറജ്തു ലി അലിഫിലാമില്ലെങ്കിൽ തൻവീൻ ചെയ്യാം. അല്ലെങ്കിൽ ലിൽ ബസ്കി. അപ്പൊ ഏത് പാടില്ല? തൻവീൻ പാടില്ല. തൻവീൻ പാടില്ല. അല്ലെങ്കിൽ തൻവീൻ ഇല്ലാതെ എങ്ങനെ പറയാ? അല്ല തൻവീനോട് കൂടെ എങ്ങനെ പറയാ? ലി ബസ്ഖിൻ. അലിഫ്ലാം ഉണ്ടെങ്കിൽ ലിൽ ബസ്കി തുപ്പാൻ വേണ്ടിയിട്ട്. അല്ല ഇതാ ലിൽ ബാസി അന്വേഷിക്കാൻ വേണ്ടിയിട്ട്.
ലി ബഅ്തിൻ അല്ലെങ്കിൽ ലിൽ ബഅ്തി അന്വേഷിക്കുക. മഫാത്തി എന്ന ചാവൻ. അല്ലെങ്കിൽ അഖറജ്തു ഞാൻ പുറപ്പെട്ടു, ലി അസ്അല എന്താക്കാൻ വേണ്ടി, അന്വേഷിക്കാൻ വേണ്ടി, ലി അസ്അല ചോദിക്കാൻ ഞാൻ ചോദിക്കാൻ വേണ്ടി. ചോദിക്കാൻ വേണ്ടി, ഞാൻ ചോദിക്കാൻ വേണ്ടി. ഞാൻ ചോദിക്കാൻ വേണ്ടി. ആരോട് ചോദിക്കും? മുദർരിസൽ ഫിഖ്ഹി, ഫിഖ്ഹിന്റെ മുദർരിസിനോട് ചോദിക്കാന്. സുആലൻ ചോദ്യങ്ങൾ. ക്വസ്റ്റ്യൻ. അപ്പൊ എങ്ങനെ പറയാ? ഖറജ്തു ലി സുആലി. എങ്ങനെ വായിക്കാ? സാലന്റെ മസ്ദർ സുആല്. അപ്പൊ എങ്ങനെ പറയാ? ലി സുആലിൻ. സുആലി ലി സുആലി മുദർരിസിൽ ഫിഖ്ഹി സുആലൻ. അവിടെ സുആലൻ എന്ന് പറയാ. എങ്ങനെ പറഞ്ഞേ? ഞാന് ഖറജ്തു ലിസുആലി സുആലി. ഇനി മുളാഫിലേക്ക് അവിടെ എന്തുകൊണ്ടാ സ്വാലിൻ എന്ന് പറയാത്തത്? തൻവീൻ പറയാത്ത എന്തുകൊണ്ടാ? അവിടെ എവിടെ സുആലിൻ? ലി സുആലിൻ എന്ന് പറയാത്ത എന്തുകൊണ്ടാ? അതിന് അതിന് സുആലിന്റെ മുദരിസിലേക്ക് ഇളാഫത്ത് ചെയ്തില്ലേ? ഇളാഫത്ത് ചെയ്യുമ്പോ തൻവീൻ പാടില്ലല്ലോ. പറയണ മനസ്സിലാകണില്ലേ? ഇളാഫത്ത് ചെയ്യുമ്പോ ഏത് പാടില്ല? തൻവീൻ പാടില്ല. അപ്പൊ ഇവിടെ എങ്ങനെ പറയേണ്ടത്? ഖറജ്തു ലി സുആലി മുദർരിസിൽ ഫിഖ്ഹി. എങ്ങനെ പറയാ? മുദരിസിന് ഫിഖിനി മുളാഫ് മുളാഫ് ഇലൈഹി ആയി കൊണ്ടുവരും. അപ്പൊ എങ്ങനെ പറയാ? ഖറജ്തു ലി സുആലി പിന്നെ സുആലൻ. അവിടെ സുആലൻ എന്ന് വായിക്കാം. കാരണം അത് പിന്നെ ആദ്യം പറഞ്ഞ സുആലില്ലേ? ഈ സുആലി അറിയുമ്പോ ആ സുആലിന്റെ മഫ്ഊൽ ബി ആണ് മറ്റേ സുആല്. പഠിപ്പിക്കും ഇൻഷാ അല്ലാഹ്. പിന്നെ യുനബ്ബിഹുൽ മുദർരിസു അത്തുല്ലാബ ലിവുജൂബി നസ്ബിൽ ഫിഇലി ബഅദ ലാമി തഅലീലി നബ്ബഹ. പിന്നെ യുനബ്ബിഹു ഉണർത്തുക. ആരെയാണ് ഉണർത്തുന്നത്? ഫായിലാണ്. അപ്പൊ എങ്ങനെ വായിക്കണം? യുനബ്ബിഉൽ മുദർരിസു. ഇനി ശേഷമുള്ളത് മഫ്ഊൽ ബി. അപ്പൊ എങ്ങനെ വായിക്കണം? അർത്ഥം അധ്യാപകൻ വിദ്യാർത്ഥികളെ ഉണർത്തുകയാണ്. എന്താണ് ഉണർത്തുന്നത്? ലി വുജൂബി നസ്ബിൽ ഫിഇലി. ഭാര്യയായ ഫീലിന് എന്ത് നിർബന്ധാണ്? നസ്ബ് നിർബന്ധമാണ്. ബഅദ ലാമി തഅലീലി. ഇതിന്റെ ശേഷം ശേഷം മുളാരിയായ ഫീലിന് നസ്ബ് ചെയ്യൽ എന്താണ്? നിർബന്ധമാണ്. ഇവിടെ മുളാരിയും പറഞ്ഞില്ലല്ലോ. എവിടെ? നസ്ബിൽ ഫീലി എന്നല്ലേ പറഞ്ഞേ? നസ്ബിൽ മുളാരിയ എന്തിനാ പറയണേ? നസ്ബ് ആർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ? മുളാരിയ ഫീലിന് മാത്രം. പഠിച്ചിട്ടില്ല? അംറ് ഫീലും മാദിയ ഫീലും ഏതാണ്? മബിനി. അതില് മർഫൂ മൻസൂബ് മജ്റൂർ ഒന്നും ഉണ്ടാവില്ല. റഫം വരല് ഏത് മാത്രമേ ഉള്ളൂ? മുളാരിയിൽ മാത്രം. ഞാൻ അവിടെ മുളാരി എന്ന് പറയണ്ട. പിന്നെ ഇഖ്റ മാ യലി. ഇഖ്റ എന്നുള്ളത് എന്താ? ഉരീദു ഞാൻ ഉദ്ദേശിക്കുന്നു. അൻ അദ്ഹബ
ഞാൻ പോകുവാൻ ഇലൽ മുസ്തൗസഫി ക്ലിനിക്കിലേക്ക് ഞാൻ എന്താക്കാണ് ക്ലിനിക്കിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നു. ഉരീദു എന്താ തർക്കീബ്? ഫീല് ഫായില്. ആരാ ഫായില്? അന്നർഫ് നാസിബ്. അദ്ഹബ എവിടുന്നാ ഈ സലീന കേറി വന്ന്? പൊന്നാര സലീന എവിടുന്ന വരുന്ന ഈ നേരത്ത്? സലീനാത്താത്തെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു എവിടെ ക്ലാസ്? അത് ഖുർആൻ ക്ലാസ്സോ? അല്ല ഖുർആൻ ക്ലാസ് അല്ല ഓക്കെ. അപ്പൊ അന്നർഫിന തർക്കീബ് പറയട്ടെ. അന്നർഫിന നാസിബ് അദ്ഹബ ഫീല് മുളാരി മൻസൂബ് ഫായില് തഖ്ദീർ ചെറിയ വ്യത്യാസമുള്ളൂ അല്ലെ? അൽ മസ്ദറുൽ മുഅവ്വലു മഫ്ഊലുൻ ബിഹി. അവിടെ മസ്ദർ മുഅവ്വലിന്റെ പൊസിഷൻ എന്താണ്? മഫ്ഊലുൻ ബിഹി. ഉരീദുന മഫ്ഊലുൻ ബിഹി ആണ്. അപ്പൊ ദഹബന്റെ മുന്നേ മസ്ദർ മുഅവ്വലാക്കിയിട്ട് എങ്ങനെ പറയാ? ദഹാബ് എടുക്കണം. അപ്പൊ എങ്ങനെ പറയാ? പറഞ്ഞൂടി. പിന്നെ ഇലൽ മുസ്തൗസഫി. മുസ്തൗസഫ് വരെ ക്ലിനിക്ക്. നസീതു നസിയ മറന്നു. നസീതു പറഞ്ഞാലോ അൻ അഖൂല ലക ഞാൻ നിന്നോട് പറയാൻ ഷൈഅൻ ഒരു കാര്യം പറയാൻ പറഞ്ഞു. നസീതു എന്താ കണ്ടേ? അന്നർഫ് അഖൂല മൻസൂബ്. ഫായിലാരാ? അഖൂല അറിയുമ്പോ ഫായിലാരാ? അന ഞാൻ പറയാൻ. ലക നിന്നോട്. എന്താ തർക്കീബ്? എന്ത് പറഞ്ഞു? പറയാൻ ഷൈഅൻ ഒരു കാര്യം. അതെന്താ? നസീതുന്റെ മഫൂലല്ല. നസീതുന്റെ മഫൂല് നിങ്ങൾ നസീതുന്റെ മഫൂല് നിങ്ങൾ മസ്ദർ മുഅവ്വൽ കൂടെ എടുക്കണം. അഖൂല എന്നുള്ളതിന്റെ മഫൂല് ബി ആണ്. ഏത് ഇവിടെ ഏത് കിട്ടണം? കിട്ടണം. അപ്പൊ നസീതു ഖൗലൻ. ഖാലന്റെ മസ്ദർ ഖൗല്. നസീതു ഖൗലൻ ലക. നസീതു ഖൗലൻ ലക. ഖൗലൻ ലക ഷൈഅൻ. പിന്നെ ഉരീദു ഞാൻ ഉദ്ദേശിക്കുന്നു. അൻ അഹ്ഫള ഞാൻ എന്താക്കാൻ? മനപ്പാടമാക്കാം. അൽ ഖുർആനൽ കരീമ എന്തിനെ? മാന്യമായ പാഠമാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. ഉരീദോ
അന്നഹ്ഫള അന്നർഫ് നാസിബ് നാസിബ് ഇത് അഹ്ഫള ഫേല് ഫീല് മുലാരി മുലാരി മൻസൂബ് ഫാരി മൻസൂബ് മൻസൂബ് ഫായിലാരാ അന അന എന്തിനെ മനഃപ്പാടമാക്കാൻ അൽ ഖുർആന മഫൂല് ബിഹി മഫ്ഊലുൻ ബിഹി എങ്ങനത്തെ ഖുർആൻ അൽ കരീമ മാന്യമായ എന്താ നെഴുത്ത് നേരത്ത് നമുക്കിവിടെ ഏത് കിട്ടണം യുരീദുവിന്റെ മഫൂലും ബിഹി. യുരീദുവിന്റെ മഫ്ഊലും ബിഹി അപ്പൊ നമ്മള് ഹഫിളന്റെ മസ്തർ ഹിഫ്ള് ആ ഹിഫ്ളിനെ മഫ്ഊല് ബി ആക്ക ഖുർആനിൽ കരീമിനെ മുദാഫ് മുദാഫിലൈഹി ആക്ക അപ്പൊ എങ്ങനെ പറയാ ഉരീദു അൽ മസ്തറുൽ മുഅവ്വലു മഫ്ഊലു ഉരീദു എന്നിട്ട് എങ്ങനെ ഉരീദുവിന്റെ അടുത്ത് മഫ്ഊലിന്റെ അടുത്ത് പറയാ ഉരീദു ഹിഫ്ളൽ ഖുർആന്റെ മുദാഫിലൈഹി എങ്ങനെ പറയാ ഖുർആനിൽ കരീം ഉരീദു ഹിഫ്ളൽ ഖുർആനിൽ കരീമി ഈ മസ്തർ മുഅവ്വലിന്റെ ശേഷം മഫ്ഊല് ബി വരുന്നുണ്ടെങ്കിൽ പിന്നെ അതിനെ എന്താക്കിയിട്ട് തന്നെ കൊണ്ടുവരണം മുദാഫ് മുലാഫില് കൊണ്ടുവരണം. പിന്നെ നസീതു ഞാൻ മറന്നു അൻ അക്തുബ ദർസ ഞാൻ ഏതെഴുതാൻ മറന്നു പാഠം പാഠം എഴുതാൻ മറന്നു എഴുതാൻ മറന്നു. നസീതു ഞാൻ മറന്നു അൻ അക്തുബ ഞാൻ എഴുതാൻ അദ്ദർസ പാഠം. ശരി നസീതു ഫീല് ഫായില് ഫായില് അൻ അക്തുബ അന്നർബ് നാസിബ് നാസിബ് അക്തുബ ഫേല് മുലാരി ഫീല് മുലാരി മൻസൂബ് മൻസൂബ് ഫായില് മേർ മുസ്തത്തിർ അന ളമീർ അന മുസ്തത്തിർ അന മുസ്തത്തിർ അന. എന്തെഴുതാൻ മറന്നു അദ്ദർസ പാഠം അതെന്താ മഫൂലും ബിഹി. മഫ്ഊലുൻ ബി അക്തുബന്റെ അക്തുബു ഇനി ഇവിടെ എന്ത് കിട്ടണം നസീതുവിന്റെ മഫ്ഊലും ബിഹി മഫ്ഊലുൻ കിട്ടണം. അപ്പൊ നമ്മള് ഖതബന്റെ മസ്തർ കിതാബത്താണ്. ആ കിതാബത്തിനെ മഫ്ഊല് ബി ആക്കും ദർസിനെ മുദാഫിലൈഹി ആക്കും. അപ്പൊ എങ്ങനെയാ പറയാ നസീതുൽ കിതാബ് നസീതു കിതാബത്ത് ദർസി. ദർസി എങ്ങനെ പറയണ്ടേ നസീതു കിതാബത്ത പിന്നെ അത്തർ അദ്ദർസി ഉരീദു ഞാൻ ഉദ്ദേശിക്കുന്നു അൻ അദുറുസ ഞാൻ എന്താക്കാൻ പഠിക്കാൻ അല്ലുഗത്തൽ അറബിയ്യത ഏത് ഭാഷ അറബി അറബി ഭാഷ. എന്തുകൊണ്ട് ലി അന്നഹ കാരണം ആ അറബി ഭാഷ ലുഗത്തുൽ ഖുർആനിൽ കരീമി മാന്യമായ ഖുർആനിന്റെ ഭാഷയാണ് ഏത് അറബി. അതുകൊണ്ട് അറബി പഠിക്കാൻ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് ഉദ്ദേശിക്കുന്നുണ്ട്. ഉരീദു എന്തൊക്കെയുണ്ട് ഫീല് ഫായില് അൻ അദുറുസ ഞാൻ പഠിക്കാൻ അന്നർഫേ നാസിബ് നാസിബ് അദുറുസ ഫേല് മുലാരി ഫീല് മുലാരി മൻസൂബ് മൻസൂബ് ഫായില് ലമീർ മുസ്തത്തിർ അന അന ദമീർ മുസ്തതിർ ആണ്. ശരി. പിന്നെ എന്തിനെ പഠിക്കാൻ അല്ലുഗത്തൽ അറബിയ്യത അറബി ഭാഷയെ അല്ലുഗത്ത മഫൂല് ബിഹി മഫൂലുൻ ബിഹി അൽ അറബിയ്യത നെഴുത്ത് എന്തുകൊണ്ട് ലി അന്നഹ കാരണം തീർച്ചയായും അറബി ഭാഷ ലാമർഫേ ജാറ് ജാറ് അതാ തഴലീല് പറഞ്ഞാൽ അതാ റീസൺ. തഴലീല് പറഞ്ഞാൽ എന്താണ് റീസൺ കാരണം. അന്നർഫേ
കാരണം ആ അറബി ഭാഷ ലുഗത്തുൽ ഖുർആനി ഖുർആനിന്റെ ഭാഷയാണ്, അൽ കരീമി മാന്യമായ. അപ്പൊ എന്താ അന്നറബ് താക്കീത്. ഇത് ആ ഇസ്മുൻ അന്ന ലുഗത്തുൽ ഖുർആനി ഖുർആനിന്റെ ഭാഷയാണ്. ലുഗത്തു ഖബറു അന്ന പ്ലസ് മുലാഫ് അല്ലാഹ് അൽ ഖുർആനി മുലാഫിൻ ഇലൈഹി ഇലൈഹി അൽ കരീമി. നെയ്ത്ത് ഇനി നമുക്ക് അവിടെ എന്ത് കിട്ടണം? മജ്റൂർ ജാറ് ജാറവിടെ കേട്ടെ, അതിന് മുമ്പൊന്നും കിട്ടാല്ലേ? മുരീദുന്റെ മുരീദുന്റെ ഏത് മഫ്ഊലും ബി ഒരു ബിഹി ദറസന്റെ വസ്ത്രം എങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടേ? ദിറാസത്ത് റാസത്ത് അപ്പൊ ബാക്കിയുള്ള ലുഗത്തുൽ അറബിയത്തിന് മുലാഫിലിയായി കൊണ്ടുവരും. അപ്പൊ എങ്ങനെയാ പറയാ? ഉരീദു ദിറാസത്ത ഉരീദു ദിറാസത്ത അദ്ദിറാസത്ത വേണ്ട, മുലാഫിലി ബാക്കിലുണ്ട്. അപ്പൊ അല്ല് വേണ്ട. ഉരീദു ദിറാസത്ത ഉരീദു ദിറാസത്ത. പിന്നെ ലുഗത്തിൽ അറബിയത്തി ലുഗത്തിൽ അറബിയത്തി. അതാണ് കാരണം മസ്ദർ മുഅവ്വലിന് ശേഷം ആ ഫീലിന് മഫ്ഊൽ ഉണ്ടെങ്കിൽ ആ മഫ്ഊൽ എന്താക്കി കൊണ്ടുവരണം? മുലാഫ് മുലാഫിലേക്ക് പിന്നെ ലാമിന് അവിടെ മജ്റൂർ വേണോ? പിന്നെ പഠിക്കും ഇൻഷാ അല്ലാഹ്. നുരീദു നാം ഉദ്ദേശിക്കുന്നു. അന്നസ്അലക അന്നസ്അല ആര് ചോദിക്കാൻ? ഞാൻ ചോദിക്കാം. ഞാൻ ചോദിക്കാം. നസ്അല ഞങ്ങൾ ഞങ്ങൾ ചോദിക്കാം. ഞങ്ങൾ ചോദിക്കാം. ഞങ്ങൾ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നു. കാ ആരോട്? നിന്നോട് നോട്. സുആലൻ എന്ത് ചോദിക്കാൻ? ചോദ്യങ്ങൾ ഒരു ചോദ്യം. യാ ഉസ്താദു ഉസ്താദേ. ശരി. നുരീദു ഫായില് ഏഴ് ഫായില്. അന്നർഫ് നാസിബ് നാസിബ് നാസിബ്. നസ്അല ഫേല് മുലാരി ഫീലി മൻസൂബ് മുലാരി മൻസൂബ് മൻസൂബ്. ഫായില് ലമീർ മുസ്തത്തിർ ളമീർ മുസ്തത്തിർ നഹ്നു ഏതാ നമീറെ? നഹ്നു നഹ്നു. പിന്നെ ഖാ മഫ്ഊലും ബി ഒരു ബി. സുആലൻ രണ്ടാം മഫ്ഊല്. എത്രാം മഫ്ഊല്? രണ്ടാം ഒരു മഫ്ഊൽ സാനി യാ ഉസ്താദു യാ അർഫെ നിദാ നിദാ ഉസ്താദു. മുനാദ മുനാദ അതാ. ഇനി നമുക്ക് ഇവിടെ ഏത് കിട്ടണം? നുരീദുന്റെ മഫ്ഊലും ബി യുരീദുന്റെ മഫ്ഊല് കിട്ടണം. അപ്പൊ ഇതിന്റെ മഫ്ഊല എടുക്കേണ്ടത് സഅല. സാലന്റെ വസ്ത്രം ഏതാ? സുആലൻ സുആല്. അതിന്റെ ശേഷം ആ കാഫിനോട് ചേർത്തി കൊടുക്കുക. അപ്പൊ എങ്ങനെ പറയാ? സുആല് മുലാഫും കാ മുലാഫിലേക്ക് ആക്കുക. അപ്പൊ എങ്ങനെ പറയാ? ഉരീദു. പിന്നെ നുരീദു. പിന്നെ സുആല് എന്നുള്ള മസ്തറിന്റെ കൂടെ കാ ചേർത്ത് കൊടുക്കുക. അപ്പൊ എങ്ങനെയാ പറയാ? സുആലു എങ്ങനെ വായിക്കണത്? മഫ്ഊല് ബി ആവുമ്പോ സുആലക സുആലക യാ ഉസ്താദു. ഉസ്താദെ നിങ്ങളോട് ചോദ്യം ചോദിക്കാൻ ഉദ്ദേശിക്കുകയാണ്. പിന്നെ ആ തുരീദു അല്ല സഹലന്റെ പിന്നെ മസ്തറും ജമ്മു ഒരുവണ വരുന്നത്. അല്ല, സുആലിന്റെ ജമ്മ അസീലത്താണ്. സുആല് മസ്തറാണ്, മുഫ്രദുമാണ്. അതിന്റെ ബഹുവചനം അസീലത്ത് എന്നാ വരിക. ആ തുരീദു എന്താ അർത്ഥം? തുരീദു. ആ തുരീദു പറഞ്ഞ ആരാ? ഇജോ ഞാനോ? ഇജോ? ഞാൻ ഉദ്ദേശിക്കുന്നു. ആ തുരീദു ആരാണ്? നീ ഉദ്ദേശിക്കുന്ന നീ ഉദ്ദേശിക്കുന്നുണ്ടോ?
അന്തകൂല നീ എന്താക്കാൻ പറയാൻ പറയുവാൻ പറയാൻ ലീ എന്നോട് 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 ഷൈഅൻ ഒരു കാര്യം കാര്യം ഒരു കാര്യം എന്തെങ്കിലും ഒരു കാര്യം പറയാൻ നീ ഉദ്ദേശിക്കുന്നുണ്ടോ? ഹംസർബേ ഇസ്തിഫാം ഇസ്തിഫ്ഹാം തുരീദു ഫീല് ഫീല് ഫാഇൽ അന്നർബേ നാസിബ് ദിനം നാസിബ് ആ നാസിബ് നാസിബ് അത് പറയാൻ എത്ര നേരം എടുക്കണേ? അന്നർബ് നാസിബ് പിന്നെ തക്കൂല ഫീല് മുളാരി മൻസൂബ് ഫീല് മുളാരി മൻസൂബ് ഫായിലാരാ അൻത അന അൻത അൻത ലീ എന്നോട് ജാർ മജ്റൂർ ജാർ മജ്റൂർ ഷൈഅൻ എന്തെങ്കിലും അത് ആരെ മഫൂലാണ്? തക്കൂലന്റെ തഖൂല മഫൂല്. ഇനി നമുക്ക് ആരെ മഫൂല് കിട്ടണം? തുരീദുന്റെ തുരീദു തുരീദുന്റെ മഫൂല് കിട്ടണം. എങ്ങനെ എടുക്കുക? തുരീദു കൗല മസ്ദർ ഖൗല് തുരീദു ഇനി ഏതാ കിട്ടേണ്ട? ഫീലും ഫായിലും വന്ന് ഏതാ വേണ്ട? മഫൂലല്ല. അപ്പൊ എങ്ങനെ വായിക്കണം? ഖൗലു എന്നല്ല, പിന്നെ കൗല ആ കൗലന്റെ ശേഷം കാ ചേർത്ത് കൊടുക്കുക. അപ്പൊ എങ്ങനെ പറയാ? ഖൗലക ഖൗലക നീ എന്നോട് പറയാൻ ഷൈഅൻ ഒരു കാര്യം ഒരു കാര്യം. മസ്ദർ മുഅവ്വലാണ് എടുത്തപ്പോ ആ തുരീദു ഖൗലക ലീ ഷൈഅൻ. അപ്പൊ കണ്ട തഖൂലന്റെ സ്ഥാനത്ത് ഏത് വന്നു? ഖാലന്റെ മസ്ദറായി ഏത് വന്നു? ഖൗല കൗല ഖൗല്. പിന്നെ യുരീദു ഉരീദു തുരീദു അങ്ങളില് യുരീദു എട്ടാമത്തെ യുരീദു തുരീദു യുരീദു അഖീ. നല്ലോണം നോക്കിക്കോളി. എന്റെ സഹോദരൻ ഉദ്ദേശിക്കുന്നു. അയ്യദുർക അവൻ പഠിക്കാൻ ബിൽ ജാമിയത്തിൽ ഇസ്ലാമിയ ഏത് യൂണിവേഴ്സിറ്റിയില്? ഇസ്ലാമിയ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയില് പഠിക്കാൻ അവൻ ഉദ്ദേശിക്കുന്നു. ഏതാ ഫീല് ഏതാ ഫായില്? യുരീദു യുരീദു ഒരു ഫീല് ഫീല് ആരാ ഫായില്? അഖ്. അഹ് ഫായിലാണ് ഏതുമാണ്? മുളാഫ് ആ യാ മുതക്കല്ലിം മുതക്കല്ലിം മുളാഫ് മുദാഫുൻ ഇലൈഹി അയ്യദുറുസ അവൻ പഠിക്കലിനെ അന്നർബേ നാസിബ് നാസിബ് യദുറുസ ഫീല് മുളാരി ഫീല് മൻസൂബ് മുളാരി മൻസൂബ് മൻസൂബ്. ഫായിലാരാണ്? ഹുവ ആ അന്താനാണ് അവനൊന്നും അല്ല. ഏതാണ്? ഹുവ ആ. ബിൽ ജാമിയത്തിൽ ഇസ്ലാമിയത്തി ഇസ്ലാമിക യൂണിവേഴ്സിറ്റിയില് ബിൽ ജാമിയത്തി ജാർ മജ്റൂർ മജ്റൂർ ഇസ്ലാമിയത്തി. എഴുത്ത് അടുത്ത് ഇവിടെ നമുക്ക് ഏത് കിട്ടണം? യുരീദുന്റെ മഫൂല് കിട്ടണം. അപ്പൊ എങ്ങനെയാ പറയാ? ദറസന്റെ മസ്തർ ഏതാ? ദിറാസ റൂസ് ദിറാസ് അതിന്റെ മസ്തർ എടുക്കുക. എന്നിട്ടാ ശേഷം മഹ് മുലാഫ് മുലാഫ് മുലാഫിലി ആയി കൊണ്ടുവരാം. അപ്പൊ എങ്ങനെ പറയാ? എങ്ങനെ പറയാ? യുരീദു എന്തേ കാറ്റ് പോയോ? ഏതായിരുന്നു സാറേ? ഒരു കോൾ വന്നതാ. ദറസന്റെ മസ്തർ ഏതാണ്? ദിറാസത്ത് ദിറാസത്തു. അപ്പൊ യുരീദു ദിറാസത്തു അഖീ യുരീദു
അല്ലെങ്കിൽ മഫൂലല്ല. അപ്പൊ ദിറാസത്താന്ന് പോയപ്പോ എങ്ങനെ പറയാ? യുരീദു അഖീ. ഇപ്പൊ ഏതൊക്കെ വന്നു? ഫീല് ഫൈൽ മഫൂല് ബിഹി യുരീദു അഖീ ദിറാസത. എന്താണ്? യുരീദു അഖീ മഫൂലല്ലേ? അപ്പൊ ദിറാസത്തു അല്ല, പിന്നെ എങ്ങനെ വായിക്കണം? ദിറാസത ബിൽ ജാമിയത്തിൽ ഇസ്ലാമിയ, ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി. പിന്നെ നസീതു, ഞാൻ പറഞ്ഞു. നിങ്ങൾ നസീതു ഞാൻ മറന്നു. ഞാൻ മറന്നു. അൻ അക്തുബ ഞാൻ എഴുതാൻ. ഞാൻ എഴുതാൻ. അൽ ഉൻവാന അഡ്രസ്. ഉൻവാന എന്താ? അഡ്രസ്. അഡ്രസ് എഴുതാൻ മറന്നു. ഇനിമേ അലി കവറും കവർ. അപ്പൊ എന്താ അർത്ഥം? ഞാൻ കവറുമിൽ അഡ്രസ് എഴുതാൻ മറന്നു. കവറിൽ അഡ്രസ് എഴുതാൻ മറന്നു. പറയട്ടെ, തർക്കീബ് പറയണ്ടേ? നസീത്തോ അന്നറഫേ നാസിബ് അക്തുബ ഫീല് ഫീല് മുളാരി മൻസൂബ്. മൻസൂബ്. ആരാ ഫായില്? അൽ ഉൻവാന. ഉൻവാന അന അന അന. അന്ന അക്തുബ എന്ന് വെച്ചാല് ഫായിലാരാ? അന തൊള്ളൊളിച്ചിരിക്കണേ. വരുന്ന മാതിരി. ആ ഞാൻ എഴുതാ. അപ്പൊ ഫായില് അതിലുണ്ട്. ആരാ ഫായില്? ഇനി ഏതാ വേണ്ട? ഫായില് ഫീലും ഫായിലും വന്നു. ഏത് വന്നു? വരുമാണോ? മഫൂല് ബിഹി. മഫ്ഊല് ബിഹി. അലൽ ളർഫി ജാർ മജ്റൂർ. ജാർ മജ്റൂർ. പിന്നെ ഇനി എങ്ങനെ മസ്ദർ മുഅവ്വൽ ഒന്ന് എടുത്താട്ടെ? നസീതു കിതാബത്ത. നസീതു കിതാബത്തൽ ഉദ്വാനി. ഉദ്വാനി അല്ല, ഉദ്വാനി. അപ്പൊ നസീതു കിതാബത്തൽ ഉദ്വാനി അലൽ ളർഫി. കിതാബത്ത്. എന്താണ്? അപ്പൊ മസ്ദർ മുഅവ്വൽ മഫ്ഊൽ ബി ആണ്. ഇനി അജിബ് അനിൽ അസ്ഇലത്തിൽ ആതിയതി മുസ്തഅമിലൻ അൻ. എന്താ അർത്ഥം അതിന്റെ? അന്ന് ഉപയോഗിച്ച് താഴെ പറയുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാം. അജിബ് എന്ത് ഫീലാ? മാലിയ മുദാരി അംറ? അംറ്. അജിബ് പറഞ്ഞാൽ എന്തൊക്കെ ഉണ്ട്? ഫീല് ഫായില്. അനിൽ അസ്ഇലത്തി അന്നറബ്. അന്നല്ല മക്കളെ, അത് അന്നല്ല. ചില്ല് വെച്ചതൊക്കെ ഹോട്ടലാവൂല. അടുത്തൊരു ബാർബർ ഷോപ്പ് ഉണ്ടാവും. ചോദ്യത്തിലാണ്. അന്നർബേ അൽ അസ്ഇലത്തി മജ്റൂർ. എങ്ങനത്തെ ചോദ്യം? അൽ ആതിയത്തി താഴെ വരുന്ന. മുസ്തഅമിലൻ നീ ഉപയോഗിച്ചിട്ട് എഴുതണം. അത് ആരാണ് പിന്നെ പഠിക്കും. ഉപയോഗിച്ചിട്ടാണ് എഴുതേണ്ടത്. പിന്നെ ഐന തുരീദു എവിടേക്കാണ് നീ ഉദ്ദേശിക്കുന്നത്? അന്തദ്ഹബ നീ പോകുവാൻ. ഫീ ഉത്ലത്തി സൈഫി വേനൽക്കാല അവധിയിൽ നീ എവിടെ പോകാനാണ് ഉദ്ദേശിക്കുന്നത്?
അപ്പൊ ഉത്തരം എങ്ങനെ പറയണം? മസ്റലേക്കാ പോണത്. അപ്പൊ എങ്ങനെ പറയാ? ഉരീദു അൻ അദ്ഹബ. ഉരീദു അൻ അദ്ഹബ ഇലാ മിസ്റ. ഞാൻ മസ്തർ മുഅവ്വൽ എടുത്തിട്ട് എങ്ങനെ പറയാ? ഈദു ഉരീദു ദഹബ. ദഹബ ഇലാ മസ്ർ. ലിമ എന്തുകൊണ്ടാണ്? തുരീദു നീ ഉദ്ദേശിക്കുന്നത്. അന്തദുറുസ നീ പഠിക്കാൻ. അൽ-ലുഗത്തൽ അറബിയ്യ ഏത് ഭാഷ? അറബി അറബി ഭാഷ. ഭാഷ. എന്തുകൊണ്ടാണ് നീ അറബി ഭാഷ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്? ലിമ ലിമ എന്തുകൊണ്ടാണ്? തുരീദു അതിനെ തുരീദു പറഞ്ഞെടുത്ത് പിന്നെ മസ്തർ മുഅവ്വൽ എടുത്താട്ടെ. അയിന ദിറാസത്ത. ഉരീദു ദിറാസത്ത. അല്ല, ആദ്യത്തിന്റെ മേൽത്തീന്റെ എടുക്കാണ്ടല്ലോ. അയിന തുരീദു പറഞ്ഞു സാറേ. അത് പറഞ്ഞതാ. അത് ഉത്തരത്തിലാ പറഞ്ഞേ, ചോദ്യത്തിൽ പറഞ്ഞിട്ടില്ല. ചോദ്യത്തിലുള്ള മസ്തർ മുഅവ്വലില്ലേ? എവിടെ മസ്തർ മുഅവ്വലില്ലേ? ഉരീദു ദഹാബ. ഇതല്ല. അയിന തുരീദു ദഹബ. തുരീദു പിന്നെ ദഹാബ. അദ്ദഹാബ ഫീ ഉത്ലത്തി സൈഫ്. ലിമ തുരീദു എന്തുകൊണ്ടാണ് നീ ഉദ്ദേശിക്കുന്നത്? അന്തദ്റുസു ലുഗത്തൽ അറബിയ്യ ഏത് ഭാഷ? അറബി ഭാഷ. പഠിക്കാൻ എന്തുകൊണ്ടാണ് നീ ഉദ്ദേശിക്കുന്നത്? ലമ്മല്ല, അതേതാണ്? ലിമ. ലിമ എന്തുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്? അന്തദ്റുസാനി പഠിക്കാൻ. അൽ-ലുഗത്തൽ അറബിയ്യത്ത അറബി ഭാഷ. അപ്പൊ എന്താ ഉത്തരം? ഉരീദു ദിറാസത്ത. അല്ല, ഉത്തരം അന്നും പീലൊക്കെ ആക്കി ആദ്യം കൊണ്ടുവരി. ഉരീദു അൻ അദ്റുസ അന്നദ്റുസൽ ലുഗത്തൽ അറബിയത്ത ലോകത്തുൽ ഖുർആനിൽ കരീം. കാരണം അത് എന്തിന്റെ ഭാഷയാണ്? ഖുർആന്റെ ഭാഷ. അപ്പൊ ഇനി രണ്ട് സ്ഥലത്തും മസ്തർ മുഅവ്വൽ എടുക്കണം. ലിമ തുരീദു ലിമ തുരീദു ദിറാസത്ത. അൽ-ലുഗത്തൽ അറബിയ്യ മുളാഫ് മുളാഫിനെ ഏറ്റിരിക്കുക. അപ്പൊ എങ്ങനെ പറയാ? ലോകത്തിൽ അറബിയത്തി. അല്ല, ലിമ തുരീദു പിന്നെ മറ്റോ അതിന്റെ ജവാബില ഉരീദു ദിറാസത്തൽ ലുഗത്തിൽ അറബിയ്യത്തി. പോണം. ലോകത്തിൽ അറബിയത്തി. ഉരീദു ദിറാസത്ത്. എങ്ങനെ വായിക്കണ്ടേ? ദിറാസത്ത പിന്നെ ലോകത്തിൽ അറബിയത്തി. അറബിയത്തി. മാമൻ ആരുടെ കൂടെയാണ്? തുരീദു നീ എന്താക്കുന്നത്? ഉദ്ദേശിക്കുന്നത്. അതെ. അന്തൽ അബ നീ എന്താക്കാൻ? കളിക്കാൻ. അവിടെ പൊസിഷൻ എന്താ? ആരത്? തുരീദു. തുരീദുന്റെ മാമൻ തുരീദു അന്തൽ അബ. അപ്പൊ ഉത്തരം എങ്ങനെ വരണ്ടേ? ഞാൻ ആമിദിന്റെ കൂടെയാണ് കളിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ എങ്ങനെ ഉത്തരം പറയാ? ഉരീദു അൻ അലഅബ മാ ആമിദൻ. ഞാൻ ഹാമിദിന്റെ കൂടെയാണ് കളിക്കാൻ ഉദ്ദേശിക്കുന്നത്.
ആ അപ്പോ ലൈബന്റെ മസ്തർ ലഅബ് എന്നാ പറയാ. അപ്പൊ എങ്ങനെ മസ്തർ മുഅവ്വൽ എടുക്ക ചോദ്യത്തില്? അല്ലഅബ മഫൂലാക്കിട്ട് കൊടുത്താട്ടെ. മഴ ഫമൻ ആമൻ തുരീദു ആ ലഅബ ലഅബ അല്ലഅബ. എന്താ ലഅബ എന്ന് വായിക്കണത് എന്തുകൊണ്ടാ? മഫൂൽ ബിഹി. മഫൂല് ബിയാണ്. ആ അപ്പൊ ഇനി ചോദ്യത്തില് ഉരീദു ആ ഉരീദു അല്ല അല്ല അല്ലഅബ മഹാ ആമിദീൻ ആമിദീൻ. പിന്നെ അന്ന ആത്തി. ഏത് സ്റ്റേഷനിൽ നിന്നാണ് നീ എന്താക്കുന്നത്? ഉദ്ദേശിക്കുന്നത് അത്തസ്മഅ നീ എന്താക്കാൻ? കേൾക്കാൻ അൽഅഖ്ബാറ എന്തിന്? വാർത്തകൾ വാർത്തകൾ ഏത് സ്റ്റേഷനിലാണ് അല്ല മസ്തർ മുഅവ്വൽ എടുക്കുമ്പോ അന്ന ഒഴിവാക്കണ്ടേ? എവിടെ? നമ്മൾ നേരത്തെ പറഞ്ഞ ആൻസറിൽ ആ എവിടെ? ഉരീദുൽ ലഅബ. ഇവിടെ മുദാഫ് മുദാഫ് ഇലൈഹി ഇല്ലല്ലോ. അല്ല അന്ന ഒഴിവാക്കണ്ടേന്നാ ചോദിച്ചത്. ഒഴിവാക്കിയിട്ടാ പറഞ്ഞേ. ആണോ? ആ ഓക്കെ ഓക്കെ ഓക്കെ. ആ മിൻ അയ്യി ഇദാഅത്തിൻ ഏത് സ്റ്റേഷനിൽ നിന്നാണ് തുരീദു നീ ഉദ്ദേശിക്കുന്നത് അൻ തസ്മഅൽ അഖ്ബാറ ന്യൂസുകൾ കേൾക്കാൻ. എന്താ തർക്കീബ്? മിന്നർഫേ ജാറ് അയ്യി മജ്റൂർ ബസ് മുലാഫ് ഇദാഅത്തിൻ മുലാഫിൻ ഇലൈഹി ഫായില് ഫീല് ഫൈല് അന്നർഫേ നാസിബ് മുളാരി മൻസൂബ് മനിൽ ഫായിൽ അൻത അൻത ഫീല് ഫായില് അൽ അഖ്ബാറ മഫൂൽ ബിഹി മഫ്ഊല് ബി. അപ്പൊ ഞാൻ റിയാദ് സ്റ്റേഷനിൽ നിന്നാണ് വാർത്ത കേൾക്കാൻ ഉദ്ദേശിക്കുന്നത്. പറഞ്ഞാട്ടെ. ഉരീദു ആ അൻ അസ്മാ അൻ അസ്മഅ ആ അഖ്ബാറ അൽ അഖ്ബാറ ഫി റിയാദി മിൻ റിയാദി ഇദാഅത്തി റിയാദി. വെറും റിയാദല്ല, മിൻ ഇദാഅത്തി. ആ അപ്പൊ രണ്ട് സ്ഥലത്തും മസ്തർ എടുക്കണം. തുരീദു മിൻ അയ്യി ഇദാഅത്തിൻ തുരീദു സമീഅന്റെ മസ്തർ സമാഅ് ബാബിലിയാക്കി കൊണ്ടുവരാം. അപ്പൊ എങ്ങനെയാ പറയാ? സമാഅൽ അഖ്ബാരി അഖ്ബാരി. ഉത്തരത്തിലും അതേപോലെ തന്നെ ഉരീദു സമാഅൽ അഖ്ബാരി മിൻ ഇദാഅത്തി റിയാദി. ആ മാദാ തുരീദു അൻ തശ്റബ യാ അഖി. എന്റെ സഹോദര നീ എന്താണ് കുടിക്കാൻ ഉദ്ദേശിക്കുന്നത്? എത്ര മൊബൈൽ എടുത്താട്ടെ? മാദാ തുരീദു ഷുർബ. ശരീബന്റെ മസ്തറെ ഷുർബ. ഷുർബ. ആ ഞാൻ ചായ കുടിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. എങ്ങനെ പറയാ? അല്ലെങ്കിൽ വെള്ളം കുടിക്കാൻ? ഉരീദു ചായ. ആ അപ്പൊ അവിടെ മസ്തർ മൊബൈൽ എടുക്കണം. എങ്ങനെ? ഉരീദു ഷായി. ഉരീദു ഷുർബ ഷായി ചായ കുടിക്കാൻ. പിന്നെ ലിമ തുരീദു നീ എന്താണ് ഉദ്ദേശിക്കുന്നത്? അന്തദ്ഹബ പോകുവാൻ നീ പോകാൻ. ഇല തബീബി
ഡോക്ടർ ദത്ത്. എങ്ങനെ വസ്ത്രം പോലെ എടുക്കുക? ലിമ തുരീദു ദഹാബ. ലിമ തുരീദു ദഹാബ ഇല ത്വബീബി. ഉത്തരം എന്താണ്? ഉരീദു അൻ അദ്ഹബ ഇല ത്വബീബി ലിദവാഇൻ. ദവാ കാരണം മരുന്ന്. ഉരീദു ഞാൻ ഉദ്ദേശിക്കുന്നു, അൻ അദ്ഹബ ആര് പോകാൻ? ഞാൻ പോകാൻ. പോകാൻ. ഇല ത്വബീബി ആരെടുത്തേക്ക്? ഡോക്ടർ. ലിദവാഇൻ മരുന്നിന് വേണ്ടി. അതിനു വേണ്ടി. അപ്പൊ വസ്ത്രം പോലെ എടുത്താട്ടെ അവിടെ. തുരീദു ദഹാബ. ഉരീദു ദഹാബ ഇല ത്വബീബി ലിദവാഇൻ. മാതാ തുരീദു അൻ തഅകുല ഫിൽ അശാഇ. നീ രാത്രി എന്ത് കഴിക്കാനാ ഉദ്ദേശിക്കുന്നത്? മാതാ തുരീദു അർത്ഥം നീ എന്താണ് ഉദ്ദേശിക്കുന്നത്? അൻ തഅകുല നീ കഴിക്കാൻ. തിന്നാൻ. ഫിൽ അശാഇ രാത്രിയില്. രാത്രിയില്. യാത്രയിലല്ല, രാത്രിയില്. രാത്രിയില്. അഷ എന്ന് പറഞ്ഞാൽ അറബിയില് രാത്രി ഭക്ഷണത്തിനാണ് അഷ എന്ന് പറയാ. വദ എന്നാ പറയാ. രാവിലത്തെ ഭക്ഷണത്തിന് ഫത്തൂർ എന്നാ പറയാ. രാവിലത്തെ ഭക്ഷണത്തിന് എന്താ പറയാ? ഭക്ഷണത്തിന് ലഞ്ചിന് പറയാൻ എന്താ? വദ. 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 പിന്നെ എന്താ പറയാ? അഷ. ഫത്തൂറ്, വദ, അഷ. പിന്നെ അക്കലന്റെ മസ്തർ അഖില വരിക. അപ്പൊ എങ്ങനെയാ മസ്തർ മോബൈൽ എടുക്കുക? മാതാ തുരീദു അൽ അൽ. കാരണം മസ്തർ മോബൈലിന്റെ പൊസിഷൻ മഫൂലല്ലേ? അപ്പൊ മാതാ തുരീദു അൽ അഖില അശായി. രാത്രിയിൽ നീ എന്താണ് തിന്നാൻ ഉദ്ദേശിക്കുന്നത്? അപ്പൊ ഉരീദു അൻ ആകുല റൂസ. ഉരീദു ആരെ വീട്ടിന്റെ മുന്നിൽ കൂടെ ട്രെയിൻ പോകണ്ടോ? ഉരീദു ഞാൻ ഉദ്ദേശിക്കുന്നു, അൻ ആകുല എന്തിനാ? തിന്നാന്. അറൂസ ചോറ്. ചോറിന് റൂസ് എന്നാ പറയാ. ചപ്പാത്തിക്ക് ഖുബ്സ് എന്നാ പറയാ. ഞാൻ ചോറ് തിന്നാനാ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഉരീദു അൽ അഖില. ഉരീദുൽ അഖില തിന്നാൻ ഉദ്ദേശിക്കുന്നു. അല്ലെങ്കിൽ ഉരീദു അഖില റൂസി. ഉരീദു റൂസി. മസ്തർ എടുക്കണ അക്കല. മാതാ നസീത ജന്ത മറന്നത്. ഞാൻ പേപ്പർ വായിക്കാൻ മറന്നു എന്ന് എങ്ങനെയാ പറയാ? വായിക്കാൻ മറന്നു. പേപ്പറിന് അറബിയിൽ ജരീദ എന്ന് പറയാം. അപ്പൊ എങ്ങനെയാ പറഞ്ഞാട്ടെ? നസീതു അൻ അഖ്റഅ ജരീദ. ജരീദത്ത ജരീദന്. അപ്പോ മസ്തർ എടുക്കൽ എങ്ങനെ? നസീതു ജരീദത്തിനെ മുളാഫിലിയാക്കുക. അപ്പൊ എങ്ങനെ പറയാ? ഖുർആന്റെ മസ്തർ ഏതാ മക്കളെ? ഖിറാഅത്ത്. അപ്പൊ എങ്ങനെ പറയാ? ഖിറാഅത്തൽ ജരീദത്തി. ഏത് വായിക്കാന്? പത്രം വായിക്കാൻ. വായിക്കാൻ. നടക്കട്ടെ. സുബ്ഹാനക്കല്ലാഹു വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്.